നജീബേ, സേതു ഇങ്ങോട്ട് വന്നോടാ. വൈകുന്നേരം വന്നപ്പോ ഇവിടെ കയറിയൊരു സോഡ അടിച്ചു. പിന്നെ അങ്ങോട്ടാ പോയെന്ന് അറിയില്ല. എന്തേ? ഏയ്, ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താ? ചില പുതിയ ആളുകളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ആരാ? 3-4 പേരുണ്ട്. കീരിക്കടന്മാരെ കാറി കയറി പോകുന്നുണ്ട്. ഒരാളെ ഞാൻ അറിയും, പോർട്ടർ കുഞ്ഞാപ്പു. കൊച്ചിയിൽ പോർട്ടറാ, നല്ല അഭ്യാസിയാ. കടത്തനടൻ മുതൽ കരാട്ടെ വരെ പഠിച്ചിട്ടുണ്ട്. ചുരുങ്ങിയത് ഒരു 10-12 കേസെങ്കിലും എപ്പോഴും ഉണ്ടാവും പേരില്. അല്ല, അവര് വന്നിരിക്കുന്നത്? എനിക്ക് സംശയമുണ്ട്. ഒന്നല്ലെങ്കിൽ പഴയ പരിചയത്തിന്റെ പേരിൽ അവർ ജോസേറിന്റെ വീട്ടിൽ വന്നത്, അല്ലെങ്കിൽ അവരെ വരുത്തിയത്. ആശുപത്രിയിലൊന്നും എത്തിയിട്ടില്ല. എവിടെങ്കിലും ചത്ത് കിടക്കണ്ടാവോ? എനിക്കും അതാ തോന്നണേ. മറ്റവരെ രാത്രി തന്നെ വിട്ടല്ലോ. പിന്നെ നമ്മൾ ഇനി ഒന്നും അന്വേഷിക്കാൻ നിൽക്കണ്ട. ചത്തെങ്കിൽ ചത്തു, നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല.
ഉണർന്നമ്മേ. ചേച്ചി ഇയാൾ ഉണർന്നു. ചേച്ചി എണീക്കണ്ട, വേദനിക്കും. 2-3 സ്റ്റിച്ച് ഉണ്ട്. ഞാനെവിടാ? ഏത് സ്ഥലം? പേടിക്കണ്ട, നിങ്ങൾക്ക് ഒരു അപകടം ഉണ്ടാവാത്ത സ്ഥലമാണ്. ഇത്തിരി വെള്ളം കൊടുക്കടി. വിനു, ഇങ്ങോട്ട് പോരൂ. ഉപദ്രവിക്കണ്ട, സ്വസ്ഥായി കിടക്കട്ടെ പാവം. എന്തായി കാട്ടണത്? എന്താ വേണ്ടത്? എനിക്ക് പോണം. ഈ നിലയിലോ? 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് എങ്ങോട്ട് വേണമെങ്കിലും പോയിക്കോളൂ. അതുവരെ പോകാൻ ഞാൻ സമ്മതിക്കില്ല. സമ്മതിക്കാതിരിക്കാൻ നിങ്ങളാരാ? ഇവിടെ കിടന്ന് മരിച്ചു പോയിക്കോട്ടെ എന്ന് വിചാരിച്ചില്ലല്ലോ. ആ അവകാശമുണ്ട്. വരൂ, വന്ന് കിടക്കൂ. നല്ല പൊടിയേരി വെക്കണുണ്ട്. കാലായാലും അത് കഴിക്കാം. കിടന്നോളൂ. കുറച്ചു നേരം കഴിയുമ്പോ ഡോക്ടർ വരും. ഉള്ളിൽ എന്തൊക്കെയാ വിഷമമെന്ന് നേരിട്ട് പറഞ്ഞോളൂ. ഇതാരുടെ വീടാ? എന്റെ വീട്. അത് ഞങ്ങളുടെ പപ്പ. അറിയോ? അറിയാതിരിക്കില്ലല്ലോ അല്ലേ? നിനക്ക് ചില പുതിയ സ്വന്തക്കാരെ കിട്ടിയെന്ന് പറയണ കേട്ടു. ശരിയാ. എന്തേ? എന്നിട്ട് എവിടെ പോയി? അത് നിങ്ങൾക്കല്ലേ അറിയണത്. എനിക്കോ? ഞാനെങ്ങനെ അറിയാനാ? എന്നാൽ അറിഞ്ഞോ, സേതു ചത്തിട്ടൊന്നുമില്ല. കരുതിയിരുന്നോ? അതിന് ഞങ്ങളൊന്നും ചെയ്തില്ലല്ലോ. നിങ്ങൾ ചെയ്തില്ല, ചെയ്യിച്ചു. പോട്ടെ, കുഞ്ഞപ്പങ്കിയൊക്കെ പോയോ? ആ, എനിക്കറിയില്ല. നീ എന്തിനാണ് വന്നത്? ചേച്ചി പറഞ്ഞു വിട്ടതാ. എന്ത്? നീ പറയണ്ട. അവൻ എന്റെ അടുത്ത് വന്നതാ. നിങ്ങളൊന്ന് പോ തോമസേട്ടാ. നീ പോടാ. ഇവൻ കീരിക്കാണന്മാരുടെ ചോരയാ. ഓ, കീരിക്കടന്മാരെ ചോര. ജോസിന്റെ മരിച്ചത് പിന്നെ നിങ്ങൾ ആ തള്ളയും മക്കളെ ഇവിടെ ഓടിയാൻ പണയത്തിനെടുത്ത്. എന്നാ ജോസിന്റെ ഭാര്യയായിട്ട് അംഗീകരിച്ച് മതം മാറ്റി വീട്ടിൽ കൊണ്ട് താമസിപ്പിക്കാം. നീയൊക്കെ കൂടി അവനെ ഈ വെട്ടിൽ കൊണ്ട് ചാടിച്ചത്. പക്ഷെ ഇവനെ ഞങ്ങൾ നോക്കും, അംഗീകരിക്കും. എന്റെ ജോസിന് ജനിച്ചതാ, ഞങ്ങളുടെ ചോരയാ. എന്താടാ, എന്താ വിശേഷം? പേരെപ്പെട്ട് പറ. ആരോടും പറയരുതെന്നാ ചേച്ചി പറഞ്ഞത്. ഏത് ചേച്ചി? നിന്റെ അപ്പനുണ്ടായിരുന്നല്ലോ അവള്. എങ്ങാണ്ട് പഴിച്ചുണ്ടായതിനെ ചേച്ചി. നീ പറ, എന്താ ഇത്ര രഹസ്യം അവിടെ? പേരപ്പല്ല ചോദിക്കണേ. ഒരാളുണ്ട് വീട്ടില്. അയാൾ എണീറ്റെന്ന് പറയാൻ പറഞ്ഞു. എണീറ്റോ? ആരാ? ഞാൻ പറയാം. നിങ്ങൾ സംശയിക്കുന്ന ആള് തന്നെ, സേതുമാധവൻ. ഈ പരമേട്ടൻ എന്ന് പറഞ്ഞത് പരമേശ്വരനെയാണോ? അതെ, ഞങ്ങൾക്ക് ഈ നാട്ടിലെ ഒരേ ഒരു ബന്ധുവാ പരമേട്ടൻ. ഞങ്ങളുടെ എന്ത് കാര്യവും പരമേട്ടനെ അറിയിക്കും. രാവിലെ വന്നിരുന്നോ? അപ്പൊ മയക്കം തെളിഞ്ഞിട്ടില്ല. ഉണർന്ന ഉടനെ അറിയിക്കണമെന്ന് പറഞ്ഞാ പോയത്. വിനുവിനെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഞാൻ ആരാണെന്ന് കുട്ടിക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ടോ? എനിക്കറിയാം നിങ്ങളെ. സേതുമാധവൻ അല്ലേ? ഞങ്ങളുടെ പപ്പയെ കൊന്ന സേതുമാധവൻ. പിന്നെന്തിനാണ് എന്നെ രക്ഷിച്ചത്? കണ്ടില്ലെന്ന് അടിച്ചിരുന്നുവെങ്കിൽ ചോര വാർന്ന് നേരം വെളുക്കുമ്പോഴേക്കും മരിച്ചു കിടക്കുന്നത് കാണായിരുന്നില്ലേ? എന്നിട്ട് നിങ്ങൾ ഞങ്ങളുടെ മുറ്റത്ത് കിടന്ന് മരിച്ചാൽ ഞങ്ങളുടെ പപ്പയെ തിരിച്ചു കിട്ടുമോ? ഞങ്ങളുടെ നഷ്ടം തീരുമോ? പപ്പയെ കൊന്നവൻ കൺമുമ്പിൽ കിടന്ന് ചാവണത് കാണായിരുന്നില്ലേ? നല്ല കാഴ്ച. ആരും മരിക്കണത് എനിക്കിഷ്ടമല്ല. മരണം എപ്പോഴും നഷ്ടപ്പെടുത്തുകയുള്ളൂ. പപ്പയെ കൊന്നപ്പോ നിങ്ങൾ എന്ത് നേടി? 5-8 കൊല്ലത്തെ ജയിൽവാസം അല്ലേ? ഞങ്ങളുടെ നിലനിൽപ്പ് തന്നെയാ ഇല്ലാണ്ടായത്. നിങ്ങൾ മരിച്ചാലും ഞങ്ങളെപ്പോലെ അനാഥരാവുന്ന ആരെങ്കിലും ഉണ്ടാവും. പിന്നെ പരമേട്ടൻ പറഞ്ഞ് കാര്യങ്ങൾ കുറച്ചൊക്കെ അറിയാം.
എന്റെ പപ്പയ്ക്ക് നിങ്ങളോട് ക്ഷമിക്കാമായിരുന്നു. എനിക്ക് നിങ്ങളോട് ഒരിക്കലും ദേഷ്യം തോന്നിയിട്ടില്ല. ഇനി നിങ്ങൾക്കൊക്കെ കുറച്ച് കാരുണ്യം എന്നോട് കാട്ടാമോ? എന്താ ചേച്ചി? ഇനിയെങ്കിലും അയാൾ ഇവിടെ നിന്ന് പറഞ്ഞയക്കാമോ? എന്റെ ജോസേട്ടനെ കൊന്നവൻ ഈ വീട്ടിൽ കഴിയ. എനിക്കത് സഹിക്കാൻ പറ്റണില്ല. ചേച്ചി വെറുതെ ഓരോ ആലോചിച്ചുണ്ടാക്കുക. ഇവൾക്ക് അങ്ങനെ കഴിയണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. പിന്നുവിനേക്കാൾ ഇഷ്ടായിരുന്നു പപ്പയ്ക്കുള്ള മോളെ നല്ലാതെ വിളിച്ചിട്ടില്ല. ആ മോളിപ്പോ ഞാൻ ചെയ്യണത് തെറ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ലമ്മേ. അയാൾ ആരും ആയിക്കോട്ടെ, ഒരു മനുഷ്യനല്ലേ. പപ്പയുടെ ആത്മാവ് എന്നോട് പൊറുക്കും. മരിക്കാൻ പോകുന്ന ഒരാളോട് എന്ത് ശത്രുതയാണ് ചേച്ചി? ഇപ്പൊ അയാള് രക്ഷപ്പെട്ടില്ലേ? ഇനി അയാൾ ഇവിടെ തങ്ങണത് എനിക്കിഷ്ടല്ല. ശരി, ഞാനൊന്ന് കാണട്ടവനെ. മോളെ, പപ്പയ്ക്ക് ചോറിരിക്കുന്നുണ്ടോടി? അതെന്ത് ചോദ്യ? ദിവസം ഇയാളുടെ പങ്കെടുത്ത് മാറ്റിവെക്കും 3 നേരം. ആ ഒരു ഉറപ്പേ എനിക്കുള്ളൂ. എന്റെ വീട്ടിലുണ്ടാവില്ല അത്. എല്ലാവർക്കും എന്റെ പണം മാത്രം മതി. ഞാനൊന്ന് വീണുപോയാൽ ആരും ഉണ്ടാവില്ല. പപ്പ, ഇനി ഇതൊക്കെ നിർത്തിക്കൂടെ പപ്പ? അങ്ങനെ അങ്ങ് നിർത്താൻ പറ്റുമോ? ഞാൻ തല പതുക്കെ ഒന്ന് താഴ്ത്തിയാൽ അടിക്കാൻ തരം നോക്കി ശത്രുക്കൾ നിൽക്കുന്നുണ്ട്. മോളുടെ കാര്യത്തിലെ പപ്പയ്ക്ക് വിഷമുള്ളൂ. എനിക്ക് എന്തെങ്കിലും പറ്റിയ എന്റെ കുടുംബക്കാർ നിങ്ങളെ വെച്ചേക്കില്ല. വിനു എങ്ങനെയും ജീവിക്കും. അവൻ ആൺകുട്ടിയാണല്ലോ. നിങ്ങളെ ആരും അംഗീകരിക്കില്ല. കൊണ്ടുപോകണോ പരമേട്ട? അതെ, അതാ നല്ലത്. അമ്മയോട് നമ്മൾ പറഞ്ഞാൽ മനസ്സിലാവും. 2 ദിവസമെങ്കിലും ബെഡ് റെസ്റ്റ് വേണമെന്നാ ഡോക്ടർ പറഞ്ഞത്. അത് ഞാൻ നോക്കിക്കൊള്ളാം. അമ്മ പറഞ്ഞത് ചെറിയ കാര്യമില്ല. നമ്മളത് മനസ്സിലാക്കണ്ടേ? പോകാം. ഒരു വണ്ടി വിളിച്ചിട്ട്. അത് സാരമില്ല. റോഡിലോട്ട് ഇറങ്ങിയാൽ ഏതെങ്കിലും ഓട്ടോറിക്ഷ കിട്ടും. കുട്ടിയോട് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെയൊക്കെ ജീവിതം ഞാൻ മൂലം തകരുകയാണ് ചെയ്തത്. പക്ഷേ ഇപ്പൊ എന്റെ ജീവൻ നിങ്ങളൊക്കെ കൂടെ തിരിച്ചു തന്നു. പറഞ്ഞു തീർക്കാനുള്ളതല്ല അതൊന്നും. മറക്കില്ല. അമ്മയോട് പറഞ്ഞേക്ക.